നമസ്കാരം. ആത്മീയത്തിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. നമ്മുടെ എല്ലാം ജീവിതം പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ഒരു കടലാണ്. ചിലപ്പോൾ കടബാധ്യതകൾ, മറ്റു ചിലപ്പോൾ രോഗദുരിതങ്ങൾ, അല്ലെങ്കിൽ മനസമാധാനം കെടുത്തുന്ന കുടുംബ പ്രശ്നങ്ങൾ. എന്നാൽ ഈ കൊടുങ്കാറ്റുകളെയെല്ലാം അതിജീവിച്ച് സർവേശ്വരൻ്റെ അനുഗ്രഹം ഒന്നുകൊണ്ട് മാത്രം കരകയറാൻ ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ ഓരോരുത്തരും. ജീവിതത്തിലെ സകല ദുഃഖങ്ങളും മറന്ന് ആ പരാശക്തിയിൽ പൂർണ്ണമായി വിശ്വാസം അർപ്പിച്ച് മുന്നോട്ട് പോകാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ ഈശ്വരൻ നിങ്ങൾക്കായി അത്ഭുതങ്ങൾ ഒരുക്കി വച്ചിരിക്കും. അത്തരത്തിൽ നിങ്ങളുടെ ഭാവിയിലേക്ക് ഒരു വെളിച്ചം വീശുവാനായി 2 ചിത്രങ്ങളാണ് ഇന്ന് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തേത് സംസാരപ്രിയയായ മൈനയുടെ ചിത്രം, രണ്ടാമത്തേത് ഭാഗ്യദായിനിയായ തത്തയുടെ ചിത്രം. നിങ്ങളുടെ ഇഷ്ടദേവതയെ മനസ്സിൽ ധ്യാനിച്ച് കണ്ണുകളടച്ച് പൂർണ്ണമായ ഈശ്വര വിശ്വാസത്തോടെ ഇതിലൊരു ചിത്രം തിരഞ്ഞെടുക്കുക. നിങ്ങളുടെ മനസ്സ് നിങ്ങളെ എവിടേക്കാണോ നയിക്കുന്നത് ആ ചിത്രമാണ് നിങ്ങൾക്കുള്ള ദൈവികമായ സന്ദേശം. നിങ്ങളൊരു ചിത്രം തിരഞ്ഞെടുത്തു എന്ന് വിശ്വസിക്കുന്നു. ഇനി നിങ്ങളുടെ തൊടുകുറി ഫലം എന്താണെന്ന് നോക്കാം. ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഒന്നാമത്തെ ചിത്രമായ മൈനയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ നിങ്ങൾ അഗാധമായ ഈശ്വരവിശ്വാസമുള്ള ഒരു വ്യക്തിയാണ്. എത്രയൊക്കെ കഷ്ടപ്പാടുകൾ വന്നാലും എൻ്റെ ഈശ്വരൻ എന്നെ കൈവിടില്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ആളാണ് നിങ്ങൾ. പക്ഷേ ജീവിതം നിങ്ങളെ ഒരുപാട് പരീക്ഷിക്കുന്നുണ്ട്. കടബാധ്യതകളും സാമ്പത്തിക ഞെരുക്കവും ചെയ്ത് ബിസിനസ്സുകളിലെല്ലാം നഷ്ടം, വാങ്ങിയ കടം വീട്ടാനാവാതെ വരുന്ന അവസ്ഥ, മക്കളുടെ വിദ്യാഭ്യാസം, വിവാഹം തുടങ്ങിയ ആവശ്യങ്ങൾക്ക് പണം കണ്ടെത്താനാവാതെ ബുദ്ധിമുട്ടുന്ന സാഹചര്യം. എവിടെ തിരിഞ്ഞാലും സാമ്പത്തികമായി അടഞ്ഞ വഴികളാണ് നിങ്ങൾക്ക് മുന്നിൽ. തുടങ്ങി വെച്ച പല കാര്യങ്ങളും അവസാന നിമിഷം മുടങ്ങിപ്പോകുന്ന അനുഭവം നിങ്ങൾക്കുണ്ടാകാം. ഒരു വിദേശയാത്ര, ഒരു ജോലി മാറ്റം, അല്ലെങ്കിൽ ഒരു വീട് പണി, ഇങ്ങനെ എന്തുമാകട്ടെ, എല്ലാം ഒരു നൂൽപ്പാലത്തിൽ വന്നു നിൽക്കുന്ന അവസ്ഥയാണ്. വ്യക്തിപരമായി ചില ദോഷങ്ങൾ നിങ്ങളെ പിന്തുടരുന്നതായി നിങ്ങൾക്ക് തോന്നിയേക്കാം. വിട്ടുമാറാത്ത രോഗങ്ങൾ, ആശുപത്രിവാസം, മരുന്നിനായി ധാരാളം പണം ചെലവഴിക്കേണ്ടി വരുന്ന അവസ്ഥ, ഇങ്ങനെ നിങ്ങളെയോ നിങ്ങളുടെ കുടുംബാംഗങ്ങളെയോ അലട്ടുന്നുണ്ടാകാം. ശാരീരികമായ ഈ ബുദ്ധിമുട്ടുകൾ നിങ്ങളുടെ മാനസിക ആരോഗ്യത്തെയും സാരമായി ബാധിക്കുന്നുണ്ട്. നിങ്ങൾ എത്രയൊക്കെ മറ്റുള്ളവർക്ക് വേണ്ടി നല്ലത് ചെയ്താലും ഒരു അംഗീകാരമോ നല്ല വാക്കോ എവിടെ നിന്നും ലഭിക്കുന്നില്ല എന്നൊരു വേദന നിങ്ങളുടെ ഉള്ളിലുണ്ട്. കുടുംബത്തിൽ പോലും നിങ്ങൾ ഒറ്റപ്പെട്ടു പോകുന്നു എന്ന ചിന്ത നിങ്ങളെ വേട്ടയാടുന്നു. എന്നാൽ ഇനി നിങ്ങൾ ഒട്ടും ആശങ്കപ്പെടേണ്ട. നിങ്ങളുടെ കഷ്ടപ്പാടുകളുടെ നാളുകൾക്ക് അവസാനമാവാൻ പോവുകയാണ്. മൈനയെ തിരഞ്ഞെടുത്തതിലൂടെ ഈശ്വരൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളുടെ സങ്കടങ്ങൾ കേട്ടിരിക്കുന്നു എന്ന് തന്നെയാണ്. വരുന്ന ഏതാനും മാസങ്ങൾക്കുള്ളിൽ നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതകരമായ മാറ്റങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. അപ്രതീക്ഷിതമായി ഒരു സാമ്പത്തിക സഹായം നിങ്ങളെ തേടിയെത്തും. അതൊരു ലോട്ടറിയാകാം, അല്ലെങ്കിൽ കിട്ടാക്കടം തിരികെ ലഭിക്കുന്നതാകാം, അതുമല്ലെങ്കിൽ പുതിയൊരു വരുമാന മാർഗം തുറന്നു കിട്ടുന്നതുമാകാം. നിങ്ങളുടെ ആരോഗ്യസ്ഥിതി മെച്ചപ്പെടുകയും കോടതി വ്യവഹാരങ്ങളിലും വസ്തുതർക്കങ്ങളിലും അനുകൂലമായ വിധി ഉണ്ടാവുകയും ചെയ്യും. ഭവനത്തിലെ ദോഷങ്ങളകന്ന് ഐശ്വര്യവും സമാധാനവും നിറയും. ഇത്രയും കാലം നിങ്ങളെ തളർത്തിയ സകല ദുരിതങ്ങളും മാറി സമാധാനത്തോടെ ഉറങ്ങാൻ കഴിയുന്ന ഒരു കാലം നിങ്ങൾക്കായി ഈശ്വരൻ ഒരുക്കി വച്ചിരിക്കുന്നു. അതിനാൽ ഈശ്വര വിശ്വാസത്തോടെ ചെയ്യുന്ന ഓരോ കർമ്മത്തിലും നിങ്ങളുടെ 100% ആത്മാർത്ഥമായ പ്രയത്നം നൽകി മുന്നോട്ട് പോകേണ്ടതാണ്. രണ്ടാമത്തെ ചിത്രമായ തത്തയുടെ ചിത്രമാണ് നിങ്ങൾ തിരഞ്ഞെടുത്തത് എങ്കിൽ ജീവിതത്തിൽ ഒട്ടനവധി പ്രയാസങ്ങൾ അനുഭവിച്ച് ഹൃദയം കല്ലിച്ചുപോയ ഒരു വ്യക്തിയാണ് നിങ്ങൾ. ഇനി എന്ത് വന്നാലും നേരിടാം എന്നൊരു മാനസികാവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിരിക്കുന്നു. എങ്കിലും നിങ്ങളുടെ ഉള്ളിൽ തീരാത്ത ചില ആധികളുണ്ട്. മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി, ജോലി, വിവാഹം എന്നിവയെക്കുറിച്ചുള്ള ചിന്തകൾ നിങ്ങളുടെ ഉറക്കം കെടുത്തുന്നു. അവർ വഴിതെറ്റിപ്പോകുമോ, അവർക്ക് നല്ലൊരു ജീവിതം ലഭിക്കുമോ എന്നൊക്കെയുള്ള ഭയം നിങ്ങളെ നിരന്തരം അലട്ടുന്നുണ്ട്. ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ, മക്കളുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ, സഹോദരങ്ങളുമായുള്ള അകൽച്ച എന്നിങ്ങനെ കുടുംബത്തിൽ സമാധാനപരമായ ഒരു അന്തരീക്ഷം ഇല്ലാത്തത് നിങ്ങളെ വല്ലാതെ വേദനിപ്പിക്കുന്നു. പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഭാവി ഇരുളടഞ്ഞതാണെന്ന ഒരു തോന്നൽ, എന്തിനോ വേണ്ടിയുള്ള ഒരു ഉൾഭയം എന്നിവ നിങ്ങളെ പിടികൂടിയിരിക്കാം. നിങ്ങളുടെ ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഒന്നും ഒരിക്കലും നടക്കില്ല എന്നൊരു നിരാശബോധം നിങ്ങളെ കീഴ്പ്പെടുത്തുന്നു. നിങ്ങളുടെയോ നിങ്ങൾക്ക് പ്രിയപ്പെട്ടവരുടെയോ സംസാരം പലപ്പോഴും തെറ്റിദ്ധരിക്കപ്പെടുകയും അത് വലിയ മാനസിക വിഷമങ്ങൾക്ക് കാരണമാവുകയും ചെയ്യുന്നു. നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കാത്ത കാര്യങ്ങൾ പോലും വലിയ പ്രശ്നങ്ങളിലേക്ക് നയിക്കുന്നു. തത്തയെ തിരഞ്ഞെടുത്ത നിങ്ങളോട് ഈശ്വരൻ പറയാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: നിങ്ങളുടെ കാത്തിരിപ്പിന് ഫലം കണ്ടു തുടങ്ങുന്ന സമയമായി.
തത്ത ഭാഗ്യത്തിൻ്റെയും നല്ല വാർത്തകളുടെയും പ്രതീകമാണ്. നിങ്ങളുടെ ജീവിതത്തിലേക്ക് സന്തോഷം നിറഞ്ഞ വാർത്തകൾ വരാൻ പോവുകയാണ്. മക്കളിൽ നിന്ന് നിങ്ങൾ ആഗ്രഹിച്ചപ്പോലൊരു സന്തോഷ വാർത്ത കേൾക്കാൻ ഇടവരും. അത് നല്ലൊരു ജോലിയോ പരീക്ഷാ വിജയമോ വിവാഹ നിശ്ചയമോ ആകാം. അവരെ ചൊല്ലിയുള്ള നിങ്ങളുടെ ആധികൾക്ക് ശമനമുണ്ടാകും. കുടുംബത്തിൽ നിലനിന്നിരുന്ന തെറ്റിദ്ധാരണകൾ മാറി സ്നേഹവും ഐക്യവും പുനഃസ്ഥാപിക്കപ്പെടും. അകന്നുപോയ ബന്ധങ്ങൾ വീണ്ടും അടുത്തുചേരും. നിങ്ങളുടെ ഭവനത്തിൽ സന്തോഷവും സമാധാനവും കളിയാടും. നിങ്ങളുടെ വാക്കുകൾക്ക് ശക്തിയും അംഗീകാരവും ലഭിക്കുന്ന സമയമാണിത്. നിങ്ങൾ പറയുന്ന നല്ല കാര്യങ്ങൾ ഫലിക്കും. അതിനാൽ ഇനി മുതൽ നല്ലത് മാത്രം ചിന്തിക്കുകയും പറയുകയും പ്രവർത്തിക്കുകയും ചെയ്യുക. അത്ഭുതകരമായ മാറ്റങ്ങൾ നിങ്ങൾക്ക് കാണാനാകും. ഇതുവരെ അനുഭവിച്ച മാനസിക സംഘർഷങ്ങൾക്ക് അയവ് വരികയും ജീവിതത്തിൽ പുതിയൊരു ഉന്മേഷവും കൈവരികയും ചെയ്യും. ലക്ഷ്യബോധത്തോടെ മുന്നോട്ടു പോകാനും ആഗ്രഹങ്ങൾ ഒന്നൊന്നായി നേടിയെടുക്കാനും നിങ്ങൾക്ക് സാധിക്കും. ഈ തൊടുകുറി ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വെളിച്ചം വീശുമെന്ന് വിശ്വസിക്കുന്നു. ഈശ്വര അനുഗ്രഹത്താൽ നിങ്ങളുടെ സകല പ്രയാസങ്ങളും മാറി ജീവിതത്തിൽ സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻ്റായി എഴുതി അറിയിക്കുക. പ്രത്യേക പ്രാർത്ഥനയ്ക്കായി പേരും നക്ഷത്രവും കമൻ്റ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി.